Hello students, welcome back to Bosco Campus Vision. In the last session we discussed about e-recruitment. So now we are moving on to the next topic, that is e-tourism. So in this session we will look into the meaning, definition, the different players and the advantages of e-tourism. So tourism basically means traveling for pleasure and fun. But as a business it means accommodating, attracting and entertaining the tourist. സോ ടൂറിസം നമുക്കറിയാം ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ട്രാവൽ ചെയ്യുക. പക്ഷെ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ടൂറിസം എന്ന് പറയുന്നത് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്ത് എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ടൂറിസം എന്ന് പറയുന്നത്. സോ ടൂറിസം എന്ന് പറഞ്ഞാൽ വലിയൊരു സെപ്പറേറ്റ് സെക്ടർ തന്നെയാണ്. അതിന് മിനിസ്ട്രി ഓഫ് ടൂറിസം എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്യാനൊരു അതോറിറ്റി ഉണ്ട്. സ്റ്റേറ്റ് വൈസും നേഷൻ വൈസും അതിന് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് ടൂറിസത്തിൻ്റെ സ്റ്റേറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. യൂണിയൻ മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ശ്രീ പ്രഹ്ലാദ് സിംഗ് പട്ടേലാണ്. സോ ഓവറോൾ വളരെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ അട്രാക്റ്റീവുമായിട്ടുള്ള ഒരു സെക്ടറാണ് ടൂറിസം എന്ന് പറയുന്നത്. ആൻഡ് ഇലക്ട്രോണിക് ടൂറിസം ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഓൺ ദ വേരിയസ് സെക്ടേഴ്സ് ഓഫ് ദ ടൂറിസം ഇൻഡസ്ട്രി. സോ ഈ ടൂറിസം ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒത്തിരിയധികം വേറെ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഫുഡ് ഇൻഡസ്ട്രി ഉണ്ട്, ഹോട്ടൽ ഇൻഡസ്ട്രി ഉണ്ട്, ട്രാവൽ ഇൻഡസ്ട്രി ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. സോ ഈ എല്ലാ ഇൻഡസ്ട്രീസിലും ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അപ്ലൈ ചെയ്തുകൊണ്ട് ടൂറിസത്തിനെ എഫക്റ്റീവ് ആക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഇലക്ട്രോണിക് ടൂറിസം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിജിറ്റലൈസേഷൻ ഓഫ് ഓൾ ദ പ്രോസസ് ആൻഡ് വാല്യൂ ചെയിൻസ് ഇൻ ദ ടൂറിസം, ട്രാവൽ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് ഇൻഡസ്ട്രീസ് that enable organizations to maximize their efficiency and effectiveness. സോ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ടൂറിസം സെക്ടറും മോസ്റ്റ് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആക്ടിവിറ്റീസും പ്രോസസ്സും ഒന്ന് ഡിജിറ്റലൈസ് ചെയ്യുക, അതാണ് ഈ ടൂറിസം കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ദ മെയിൻ ആക്ടേഴ്സ് ഇൻ ദ ടൂറിസം ഇൻഡസ്ട്രി ഇൻക്ലൂഡ് ഗവൺമെൻറ്റ്സ്, ടൂർ ഓപ്പറേറ്റേഴ്സ്, ഹോട്ടൽസ്, എയർലൈൻസ് ആൻഡ് അതർ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ടൂറിസ്റ്റ് ഓർ കൺസ്യൂമേഴ്സ്. Each of these players utilize information and communication technology in their process to complement each other on making e-tourism efficient. സോ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വ്യക്തികളാണ് ഇതെല്ലാം. ഗവൺമെൻറ്, ടൂർ ഓപ്പറേറ്റേഴ്സ്, ഹോട്ടൽസ്, എയർലൈൻസ്, ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ്, ടൂറിസ്റ്റ്, കൺസ്യൂമേഴ്സ്, അങ്ങനെ എല്ലാവരും. സോ ഇവിടെ ഒരു ഇൻഫർമേഷനും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് ഈ ഒരു ഫീൽഡ് കൂടുതൽ എഫിഷ്യൻ്റ് ആകുന്നത്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ടൂറിസം എന്ന് പറയുന്നത്. സോ ഈ ഇലക്ട്രോണിക് ടൂറിസത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള മെയിൻ പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർലൈൻസ്, ഈ ഹോസ്പിറ്റാലിറ്റി, ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഈ ട്രാവൽ ഏജൻസീസ്. എയർലൈൻസും ഹോസ്പിറ്റാലിറ്റിയും ടൂർ ഓപ്പറേറ്റേഴ്സും ട്രാവൽ ഏജൻസീസും എല്ലാം മുൻപും ഉണ്ടായിരുന്നതാണ്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ വന്നപ്പോഴാണ് എക്സ്ട്രാ ഒരു വേർഡായ ഇലക്ട്രോണിക്കും കൂടി അവിടെ വന്നത്. സോ പ്ലെയേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ഇലക്ട്രോണിക് ആയിട്ട് മാറിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ടൂറിസവും ഇലക്ട്രോണിക് ആയിട്ട് മാറി. അങ്ങനെയാണ് ഈ ടൂറിസം വരുന്നത്. സോ ദ ഫസ്റ്റ് പ്ലെയർ ഇസ് ഈ എയർലൈൻസ്. ഇൻട്രൊഡക്ഷൻ ഓഫ് IT ഹാസ് ഹെൽപ്പ് ദം ടു ബിക്കം മോർ എഫിഷ്യൻറ്റ്, ക്വിക്ക്, low cost and accurate in their operations. Currently, communication technology is used to support the internet distribution of airline seats. Players like AirAsia, Tiger Airways and Malindo are examples of e-airlines that work on ലോ കോസ്റ്റ് ഫെയർസ്. സോ ഇൻ്റർനെറ്റിൻ്റെ ആപ്ലിക്കേഷൻ വന്നതോടുകൂടി എയർലൈൻ ഇൻഡസ്ട്രീസിലെ പലതരം ആക്ടിവിറ്റീസും വളരെ വേഗത്തിലും ലോ കോസ്റ്റിലും അക്യുറേറ്റുമായിട്ട് അവർക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ്സ് ചെക്ക് ചെയ്യാം, സീറ്റിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം, ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാം. ഇനി ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഓപ്ഷൻസ് വഴി നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് റിവേഴ്സ് ഓപ്ഷൻസ് വഴിയൊക്കെ എയർലൈൻ സീറ്റ്സ് ബുക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ പല ഫെസിലിറ്റീസും ഇപ്പോൾ ഇലക്ട്രോണിക് എയർലൈൻസ് വഴി അവൈലബിൾ ആണ്. എയർഏഷ്യ, ടൈഗർ എയർവേസ്, മലിൻഡോ ഒക്കെയാണ് ലോ കോസ്റ്റിൽ ട്രാവലിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആക്കുന്നത്. വെബ് പേജസ് അലൗ ദ കസ്റ്റമേഴ്സ് ടു ചൂസ് ട്രാവൽ ഇൻഷുറൻസ്, അഡീഷണൽ ലഗേജ്, ഫുഡ്, ചോയ്സ് ഓഫ് സീറ്റ്, എക്സെട്ര. ദേ ആർ ഈസി ആൻഡ് കസ്റ്റമർ ഫ്രണ്ട്ലി ആൻഡ് കീപ് പ്രൊമോട്ടിംഗ് ദ എയർലൈൻ ഇനിഷ്യേറ്റീവ്സ് ത്രൂ ന്യൂസ് പേപ്പർ. സോ ഇവിടെ എയർഏഷ്യയുടെ വെബ് പേജാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ പലതരത്തിലുള്ള ടിക്കറ്റ് ചാർജസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അഡീഷണൽ ആയിട്ട് ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ വേണമെങ്കിൽ അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ വളരെ ഈസിയും കസ്റ്റമർ ഫ്രണ്ട്ലിയും ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ എയർലൈൻസ് എന്ന് പറയുന്നത്. ന്യൂസ് പേപ്പേഴ്സിലും ഓൺലൈൻ മീഡിയാസിലും ഒക്കെ ഒത്തിരിയധികം പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ടിക്കറ്റ് ചാർജസിന് എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും.
ചില എയർലൈൻസ് ഒക്കെ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുക്കാറുണ്ട്. സോ എന്തുകൊണ്ടും വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് ഇത്. നെക്സ്റ്റ് ഇസ് hospitality. Hospitality is the art of entertaining or receiving the guest. It is defined as the reception and treatment of guests or strangers. It involves treating and caring for customers and clients so that they will continue using the business services. സോ ഹോസ്പിറ്റാലിറ്റി എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ഗസ്റ്റിനെ സൽക്കരിക്കുന്ന ഒരു രീതിയെയാണ് നമ്മൾ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. സോ ടൂറിസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. സോ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ വീണ്ടും ആ ഒരു സർവീസ് സെലക്ട് ചെയ്യാനായിട്ട് തയ്യാറാവുക. ഇപ്പോൾ ഹോട്ടൽസിനെ സംബന്ധിച്ച് റൂം സർവീസൊക്കെ നന്നായിട്ട് കൊടുക്കുക, ചെക്ക് ഇന്നും ചെക്ക് ഔട്ടൊക്കെ വളരെ കംഫർട്ടബിൾ ആക്കുക, റിസപ്ഷനിലുള്ള വെൽക്കമിങ് ഒക്കെ വളരെയധികം നന്നാക്കുക, കസ്റ്റമേഴ്സായിട്ട് നല്ല പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, സെർവ് ചെയ്യുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെയാണ് നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയുടെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. സോ hospitality is an umbrella term that incorporates the entire range of information communication technology applications in the hospitality area. ICT penetrates at a fast pace by integrating the hotel operation, improving total efficiency, providing tools for market research, etc. സോ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ആപ്ലിക്കേഷനോടുകൂടി ഈ ആക്ടിവിറ്റീസ് എല്ലാം കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. കൂടുതൽ ഓൺലൈൻ ഫെസിലിറ്റീസ് ഒക്കെ അവൈൽ ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഹോട്ടൽസ് വിൽ ബി അൺഎബിൾ ടു പെർഫോം ദെയർ ഓപ്പറേഷൻസ് പ്രോഫിറ്റബിളി വിത്തൗട്ട് യൂസിങ് ദ ടെക്നോളജി എക്സ്റ്റെൻസീവ്ലി. ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ ഇല്ലാതെ ഒന്നും തന്നെ ഇപ്പോൾ ഹോട്ടൽസിന് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസിലും അല്ലെങ്കിൽ ഓപ്പറേഷൻസിലും ടെക്നോളജി വളരെയധികം ഇൻവോൾവ്ഡ് ആണ്. So hospitality is another important player of e-tourism. Next is e-tour operator. A tour operator typically combines tour and travel components to create a package holiday. Leisure travelers often purchase packages consisting of charter flights and accommodation arranged by tour operators. സോ ടൂർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആണ്. പണ്ട് കാലങ്ങളിൽ ഒരു ലിങ്കേജ് എന്ന് പറയുന്നത് സപ്ലയർ ട്രാവൽ ഏജൻസ് കസ്റ്റമർ ആയിരുന്നു. സോ ഇപ്പം പ്രോഡക്റ്റ് സപ്ലയറിൻ്റെയും ട്രാവൽ ഏജൻസിൻ്റെയും ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് ടൂർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവരെന്ന് പറയുന്നത് പാക്കേജ് ആയിട്ടാണ് ഓരോ ആക്ടിവിറ്റീസ് അല്ലെ സർവീസസ് അവൈൽ ചെയ്യുന്നത്. അതായത് ഫുഡും അക്കോമഡേഷനും ട്രാവലിങ്ങും എല്ലാം ആ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. സോ ഇവിടെ നമുക്ക് പലതരം കമ്പനീസിൻ്റെ പല പാക്കേജസ് കാണാം. ഒറ്റയടിക്ക് നോക്കുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണ് തോന്നുന്നെങ്കിലും എല്ലാ സർവീസസും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ മിക്കവരും ഇതാണ് സെലക്ട് ചെയ്യുക. Tour operators tend to pre-book these products and distribute them through brochures displayed in travel agencies. സോ ഇവർക്ക് സപ്ലയേഴ്സ് ആയ ഹോട്ടൽസിൻ്റെയും എയർലൈൻസും ഒക്കെ ആയിട്ട് ലിങ്ക്സ് ഉണ്ടാവും. ഇവർ ഈ ഫെസിലിറ്റീസ് എല്ലാം പ്രീ ബുക്ക് ചെയ്തിട്ടാണ് ട്രാവൽ ഏജൻസീസിനെ ഈ വിവരം അറിയിക്കുന്നത്. പിന്നീട് ട്രാവൽ ഏജൻസീസ് ആണ് നമ്മളെ ഈ ഒരു ഫെസിലിറ്റിയെ പറ്റി അറിയിക്കുന്നതും നമ്മൾ അങ്ങനെ ഈ പാക്കേജ് സെലക്ട് ചെയ്യുന്നതും. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ ടൂർ പോകുമ്പോൾ മോസ്റ്റായിട്ടും ഓപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഈ ടൂർ പാക്കേജ് തന്നെയാണ്. ബിക്കോസ് ആ ടൂർ പോയി തിരിച്ചു വരുന്ന വഴിയുള്ള എല്ലാ സർവീസസും ആ ഒരു പാക്കേജിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും അവർക്ക് അത് തന്നെയാണ് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. ആൻഡ് നൗ ദേ യൂട്ടിലൈസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ഓർഗനൈസിങ്, പ്രൊമോട്ടിംഗ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് ദെയർ പാക്കേജസ്. സോ ഇപ്പം ടൂർ ഓപ്പറേറ്റേഴ്സിനും വളരെയധികം ഓൺലൈൻ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. അവർക്കും വെബ്സൈറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയാസിൽ കുറേയധികം ചാനൽസും പേജസും ഒക്കെ അവർ യൂസ് ചെയ്യാറുമുണ്ട്. സോ ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് ആർ കൺസിഡർഡ് ടു ബി അനദർ മേജർ പ്ലെയേഴ്സ് ഇൻ ടൂറിസം. നെക്സ്റ്റ് ഇസ് travel agencies. Information and communication technology has become a major tool for travel agencies as they provide information and reservation facilities to customers. It enables them to check availability and make reservation for tourism products. E-travel agents provide a host of services like booking airlines, hotel chains, car rentals and a variety of ancillary services. സോ എയർലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഹോട്ടൽസ് ബുക്ക് ചെയ്യാനും അതുപോലെ കാർ റെൻ്റൽസിനൊക്കെ എടുക്കാനൊക്കെ നമ്മൾ സമീപിക്കുന്ന വ്യക്തികളാണ് ട്രാവൽ ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. മുൻപൊക്കെ ആണെങ്കിൽ നമ്മൾ നേരിട്ട് പോയി ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തായിരുന്നു ഈ ബുക്കിംഗ് ഒക്കെ നടത്തിയിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ട്രാവൽ ഏജൻസീസിനും ഓൺലൈൻ സൈറ്റ്സ് അവൈലബിൾ ആണ്. സോ ജസ്റ്റ് അതിൽ കയറി നമുക്ക് വേണ്ടുന്ന എയർലൈൻ ആണോ ഹോട്ടൽസ് ആണോ കാർസ് ആണോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യാൻ മാത്രമല്ല ഇന്ന ഒരു ഡേറ്റിൽ ഈ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു സർവീസ് അവൈലബിൾ ആണോ എന്നും നമുക്ക് ഇതുവഴി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അവരുടെ ആക്ടിവിറ്റീസ് മോർ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു എഫിഷ്യൻറ്റ് ടൂളായിട്ടാണ് ടെക്നോളജി അവർ യൂസ് ചെയ്യുന്നത്.
ഇന്ത്യയിലും അറൗണ്ട് ദ വേൾഡും ഒത്തിരിയധികം ട്രാവൽ ഏജൻസീസ് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ട്രാവൽ ഏജൻസിയാണ് യാത്ര.com എന്ന് പറയുന്നത്. സോ ഈ എയർലൈൻസ്, ഈ ഹോസ്പിറ്റാലിറ്റി, ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഈ ട്രാവൽ ഏജൻസീസ് are considered to be the major players in e-tourism. Next we have the advantages or benefits of e-tourism. It saves much time and it is much easier. There is no need to go to anywhere and procedures takes only 5 to 15 minutes. So basic advantage എന്ന് പറയുന്നത് ഇത് വളരെ ഈസിയും അതുപോലെ തന്നെ ടൈം സേവിങ് മെത്തേഡാണ്. നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യമനുസരിച്ച് ഓരോന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇൻ്റർനെറ്റ് ഒക്കെ നല്ല രീതിയിൽ അവൈലബിൾ ആണെങ്കിൽ ആ പ്രൊസീജിയേഴ്സിന് 5 to 15 മിനിറ്റ്സ് മാത്രമേ എടുക്കുകയുള്ളൂ. സെക്കൻഡ്, കസ്റ്റമേഴ്സ് ക്യാൻ ചൂസ് എ ഹോട്ടൽ ഓർ എ റിസോർട്ട് ഫോർ എവറി ബഡ്ജറ്റ്, മോസ്റ്റ്ലി അറ്റ് എ ഡിസ്കൗണ്ട്. സോ ഈ ഓൺലൈൻ ഫെസിലിറ്റീസിൽ എല്ലാത്തരം ബഡ്ജറ്റിലുള്ള ഹോട്ടൽസും റിസോർട്ട്സും ഒക്കെ അവൈലബിൾ ആണ്. സോ കസ്റ്റമേഴ്സിന് അവരുടെ ആവശ്യാനുസരണം അത് ചൂസ് ചെയ്യാവുന്നതാണ്. ചില ഹോട്ടൽസൊക്കെ ഓൺലൈനായിട്ടാണെങ്കിൽ ഡിസ്കൗണ്ട്സും കൊടുക്കാറുണ്ട്. Next is free cancellation facility is available and cancellation can also be done in comfort of their home. സോ ഇപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ടൂർ ഒന്ന് മാറ്റി വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആ ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇറ്റ് എൻഹാൻസസ് കസ്റ്റമർ സർവീസസ് ബൈ എനേബിളിംഗ് കസ്റ്റമേഴ്സ് ടു ഫൈൻഡ് ഡീറ്റെയിൽ ഇൻഫോർമേഷൻ ഓൺലൈൻ ആൻഡ് ബൈ ആൻസറിംഗ് ക്വയറീസ് വയ ഇമെയിൽ. സോ ഓൺലൈനായിട്ടാണെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ ആ ഒരു പാക്കേജിനെ പറ്റിയോ അല്ലെങ്കിൽ എയർലൈൻ ഫെസിലിറ്റിയെ പറ്റിയൊക്കെയുള്ള ഇൻഫോർമേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കും. അതുമാത്രമല്ല കസ്റ്റമേഴ്സിൻ്റെ ഏത് ചോദ്യങ്ങൾക്കും ഇമെയിൽ വഴി റിപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ആൻഡ് ഓൺലൈൻ ടൂറിസം എഫേർട്സ് ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ പ്രൊമോഷൻ ഓഫ് ടൂറിസം പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ത്രൂ ഡയറക്റ്റ് ഇൻറ്ററാക്റ്റീവ് ആൻഡ് റിച്ച് ഇൻഫോർമേഷൻ കോൺടാക്ട് വിത്ത് കസ്റ്റമേഴ്സ്. സോ പലതരം ഓൺലൈൻ ഫെസിലിറ്റീസ് വഴി ഹോട്ടൽസിൻ്റെ ഒക്കെ പുതിയ ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ കസ്റ്റമേഴ്സിനെ അറിയിക്കാനായിട്ട് സാധിക്കും. അതുവഴി ഓൺലൈൻ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സുമായിട്ടുള്ളൊരു ഡയറക്റ്റ് കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സാധിക്കും. സോ ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് e-tourism. So in this session we discussed about the meaning, definition and the different players in e-tourism and the main advantages of e-tourism. Hope all are clear with the topic. Thank you.